Hello friends, I am Dr. Rajesh Kumar. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിക്കണം എന്നുണ്ടെങ്കിൽ പിത്തരസം നമ്മുടെ കരളിൽ നിന്നും വരുന്ന പിത്തരസം എന്ന് പറയുന്ന സ്രവം കൃത്യമായിട്ട് വർക്ക് ചെയ്തിരിക്കണം. പലപ്പോഴും നമ്മുടെ പിത്തരസം ശരിയായിട്ട് പ്രവർത്തിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പിത്തരസത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ടോ ഒക്കെയാണ് നമുക്ക് പലപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിന് കമ്പിക്കലും മറ്റു പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പലപ്പോഴും വയറിന്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഗ്യാസിന്റെ ഗുളിക കഴിക്കും, തൽക്കാലം കുറയും എന്നല്ലാതെ പലർക്കും ഈ പ്രശ്നം ശരിയായിട്ട് മാറാറില്ല. ദഹനം പലപ്പോഴും ശരിയായിട്ട് നടക്കുന്നില്ല എന്ന് കരുതിയിട്ട് ഇവർ ഡോക്ടർമാരെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും കരളിൽ നിന്നുമുള്ള ഈ പിത്തരസത്തിന്റെ പ്രൊഡക്ഷനിലും അതിന് ദഹനശേഷിക്കുണ്ടാകുന്ന വ്യത്യാസവുമാണ് ഈ പ്രശ്നങ്ങൾക്ക് അത്രയും കാരണം. നമ്മുടെ കരളുണ്ടാക്കുന്ന പിത്തരസം നമ്മുടെ പിത്തസഞ്ചിയിലാണ് വന്ന് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഭക്ഷണത്തിനെ ദഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ പിത്തരസം ചെറുകുടലിലേക്ക് വന്നിട്ട് നമ്മുടെ ഭക്ഷണത്തിനെ ദഹിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. എപ്പോഴൊക്കെയാണ് ഈ പിത്തരസത്തിനെ ദഹനിപ്പിക്കുന്നതിൽ പ്രോബ്ലംസ് വരുന്നത്? നമുക്ക് വയറിനകത്ത് പല ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അല്പം ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു എന്നൊരു തോന്നല്, ഭക്ഷണം ശരിയായിട്ട് ദഹിച്ചില്ല. അതായത് ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വയറിനകത്ത് ഭയങ്കരമായിട്ട് ഗ്യാസ്, പ്രത്യേകിച്ച് അടിവയറിൽ ഗ്യാസ് ഒന്ന് നിറയുക, ഏമ്പക്കം വരിക, ഗ്യാസ് മുകളിലേക്കും താഴേക്കും പോകാത്ത ഒരു അവസ്ഥ വരിക. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് മലവിസർജനത്തിൽ വരുന്ന വ്യത്യാസമാണ്. ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് കക്കൂസിൽ പോകണം, ടോയ്ലറ്റിൽ പോകണം എന്നൊരു തോന്നൽ വരും. അതേപോലെ തന്നെ മലപ്പിടുത്തം ഉണ്ടാവും. മലത്തിൻ്റെ സാധാരണഗതിയിലുള്ള കളറിനകത്ത് ഒരു വ്യത്യാസം വരും. അതായത് സാധാരണ ഒരു ഡാർക്ക് മഞ്ഞ കളർ കാണുന്നതിന് പകരം ലൈറ്റ് മഞ്ഞയായിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി വളരെ ലൈറ്റ് ആയിട്ടുള്ള കളറിലേക്കോ മാറി എന്ന് വരാം. മാത്രമല്ല നമുക്ക് ഈ ശരീരത്തിലേക്ക് എത്തുന്ന കൊഴുപ്പിനെ ശരിയായിട്ട് ദഹിപ്പിക്കാനുള്ള ശേഷി കുറഞ്ഞു പോകുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ഈ കൊഴുപ്പിൽ ദഹിക്കുന്ന ചില വൈറ്റമിൻസ് ഉണ്ട്, പ്രത്യേകിച്ച് വൈറ്റമിൻ എ, ഡി, ഇ, കെ. ഈ വൈറ്റമിൻസ് ശരീരത്തിന് വലിച്ചെടുക്കുന്നതിന് വ്യത്യാസം വരും. പലപ്പോഴും നമുക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി എന്ന് വരാം. ഇവിടം കൊണ്ടും തീരുന്നില്ല. പലപ്പോഴും മലവിസർജനത്തിൽ വരുന്ന വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് മലം പിടുത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോകുന്ന മലത്തിൻ്റെ നേച്ചറിലും വ്യത്യാസം വന്നു എന്ന് വരാം. മലം വളരെയധികം തിക്കായിട്ട്, പലപ്പോഴും ക്ലോസറ്റിൻ്റെ വശങ്ങളിൽ മലം ഒട്ടിപ്പിടിക്കുന്ന ഒരു നേച്ചർ, മലത്തിൽ കൂടുതൽ എണ്ണമയം കാണുന്ന ഒരു അവസ്ഥ കാണുക, ചിലർക്ക് മലം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു നേച്ചർ കാണുക. ഇതെല്ലാം പലപ്പോഴും ഈ പിത്തരസത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. പിത്തരസം സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഇത് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഗാൾ ബ്ലാഡറിലെ കല്ല്, പിത്തരസത്തിൽ നിന്നും വരുന്ന പിത്താശയ കല്ല് പോലുള്ള അവസ്ഥകളും ഉണ്ടാകുന്ന സാധ്യത ഒഴിവായി കിട്ടും. നമുക്ക് ഭക്ഷണത്തിൽ വരുത്തുന്ന ചില മാറ്റങ്ങളിലൂടെയും ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റത്തോടെയും നമുക്ക് ഈ പിത്തരസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാനും സാധിക്കും. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഒമേഗ-3 ഫാറ്റി ആസിഡിൻ്റെ ഉപയോഗമാണ്. ഒമേഗ-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചുകൊണ്ട് ഗുഡ് കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ഒമേഗ-3 ഫാറ്റി ആസിഡാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ തടയുന്നതിന്, കരൾ രോഗം ചെറുക്കുന്നതിന്, സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളെ ചെറുക്കുന്നതിനും നമ്മുടെ മസിലിൻ്റെയും നമ്മുടെ രക്തക്കുഴലിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യം. ഒമേഗ-3 ഫാറ്റി ആസിഡ് ലഭ്യമാക്കുന്നതിന് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം പ്രത്യേകിച്ച് കടൽ മത്സ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഒമേഗ-3 അടങ്ങിയിട്ടുള്ളത് അയലയ്ക്കകത്ത്, ചാള, നെത്തോലി അഥവാ കൊഴുവ പോലുള്ള മത്സ്യങ്ങൾക്കകത്തുണ്ട്. കൂടാതെ നട്ട്സിനകത്ത്, പ്രത്യേകിച്ച് ബദാം, വാൽനട്ടിനകത്തെല്ലാം ഒമേഗ-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ബ്രസീൽ നട്ടിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഭക്ഷണത്തിനകത്ത്, പ്രത്യേകിച്ച് സാലഡ്സിനകത്തെല്ലാം ഒലിവ് ഓയിൽ 1-2 സ്പൂൺ ഒഴിക്കുക, വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർക്കുക, കൂടാതെ ഫ്ലാക്സ് സീഡ്സ് പതിവായിട്ട് കഴിക്കുക. ഇതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡ് കിട്ടുകയും നമ്മുടെ പിത്തരസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ പിത്തരസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഇത് ദഹനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് ക്യാപ്സിക്കത്തിനകത്താണ്. ഇന്ന് നമ്മുടെ മാർജിൻ ഫ്രീ ഷോപ്പുകളിലും സാധാരണ പച്ചക്കറി കടകളിലും വളരെ കോമൺ ആയിട്ട് പല കളറിലുള്ള ക്യാപ്സിക്കം കിട്ടും. ക്യാപ്സിക്കം വാങ്ങി കറി വെച്ച് കഴിക്കുന്നു, ഇല്ലെങ്കിൽ സാലഡായിട്ട് അരിഞ്ഞിട്ട് കുട്ടികൾക്കും നിങ്ങൾക്ക് മുതിർന്നവർക്കും കഴിക്കുന്നതും നമുക്ക് ഏറ്റവും റിച്ച് ആയിട്ട് വൈറ്റമിൻ സി കിട്ടാനായിട്ട് സഹായിക്കും. മാത്രമല്ല പേരയ്ക്കകത്തും ഓറഞ്ചിനകത്തും സമൃദ്ധിയായിട്ട് നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇനി പിത്തരസം വർദ്ധിപ്പിക്കുന്ന മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഹൈഡ്രേഷനാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിന് ജലാംശം എത്തിക്കുക. പിത്തരസത്തിൻ്റെ 95% ജലമാണ്. ജലം നമ്മുടെ ശരീരത്തിലേക്ക്, വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞിരുന്നാൽ സംഭവിക്കുന്നത് നമ്മുടെ പിത്തരസം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും, കൂടുതൽ കാഠിന്യം വരുന്നത് കാണാം. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? പിത്തസഞ്ചിയിൽ കല്ല് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ആവശ്യത്തിന് പിത്തരസം എത്താതെ, കാരണം കട്ടി കൂടുന്നതുകൊണ്ട് ശരിയായിട്ട് എത്താത്ത ഒരവസ്ഥ സംഭവിച്ചു എന്ന് വരാം. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ പോരാ, ദിവസം 3 ലിറ്റർ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കുക. പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ, ധാരാളം വെള്ളം കുടിക്കൂ, നിങ്ങളുടെ ദഹന പ്രശ്നം കുറയും, നിങ്ങളുടെ ഗ്യാസ് ശല്യം കുറയും എന്നെല്ലാം പറയുന്നതിൻ്റെ കാരണം ഇതാണ്.
ഇനി നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ ജ്യൂസുകളുടെയും പഞ്ചസാര, ശർക്കര പോലുള്ള മധുര പലഹാരങ്ങളുടെയും ഉപയോഗം പരമാവധി കുറയ്ക്കുക. പകരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാലഡും ധാരാളമായിട്ട് കഴിക്കുക. പലരും വിചാരിക്കുന്നത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയുമ്പോൾ ഫ്രൂട്ട്സിന് പകരം ജ്യൂസ് കുടിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, ഫ്രൂട്ട്സിനെ നമ്മൾ ജ്യൂസ് ആക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഫ്രക്ടോസ് എന്ന് പറയുന്ന മധുരം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും ഇത് കരളിനും പിത്തരസത്തിനും വളരെയധികം കേടുവരുത്താനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫ്രൂട്ട്സ് അരിഞ്ഞിട്ട് ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഞ്ചസാര ചേർത്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സും പച്ചക്കറികളും ഇലക്കറികളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇത് നമ്മുടെ കരളിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും പിത്തരസത്തിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനി അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് കോളീനാണ്. കോളിൻ എന്ന് പറയുന്നത് നമ്മുടെ കരളിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു അമിനോ ആസിഡാണ്. ഈ കോളിൻ നമ്മുടെ പിത്തരസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും പിത്തരസം നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇതിന് നമ്മൾ കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ഒന്ന് കരളാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മൃഗങ്ങളുടെ കരൾ നിങ്ങൾ കറി വെച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ്. മുട്ടയ്ക്കകത്ത്, പ്രത്യേകിച്ച് മുട്ടയുടെ മഞ്ഞയ്ക്കകത്ത് ഉയർന്ന അളവിൽ കോളിൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ചിക്കൻ്റെ ബ്രസ്റ്റ് കഴിക്കുന്നത് നല്ലതാണ്. കൂൺ, മഷ്റൂം കഴിക്കുന്നത് നല്ലതാണ്. കടൽ മത്സ്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി എന്നിവ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിലേക്ക് കോളിൻ ഉയർന്ന അളവിലെത്താനും പിത്തരസം കൂടുതൽ സ്മൂത്ത് ആകാനും സഹായിക്കും. ഇനി അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് മഞ്ഞളാണ്. ദിവസവും മഞ്ഞൾ, അത് വീട്ടിൽ നമ്മൾ പൊടിപ്പിച്ച മഞ്ഞൾ ഒരു 3 നുള്ള് അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾ രാവിലെയും വൈകുന്നേരവും ഒന്ന് കഴിച്ചു നോക്കിയേ. ഇത് നമ്മുടെ ലിവറിൽ നിന്നുമുള്ള ഈ പിത്തരസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും പലപ്പോഴും നമ്മുടെ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒരുപാട് കുറയുന്നതിന് സഹായിക്കുകയും ചെയ്യും. പതിവായിട്ട് മഞ്ഞൾ 2 നേരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഏമ്പക്കം, ഗ്യാസ്, പുളിച്ചു തേട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നില്ലേ? അതിൻ്റെ കാരണം ഈ പിത്തരസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി അടുത്ത മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കുക. അമിതമായിട്ട് വരുന്ന മാനസിക ടെൻഷൻസ്, മാനസിക പിരിമുറുക്കം നമ്മുടെ പിത്തരസത്തിൻ്റെ ക്വാളിറ്റി മോശമാക്കുന്നതിനും പിത്തരസം കൂടുതൽ കട്ടിവെക്കുന്നതിനും പിത്തര സഞ്ചിയിൽ കല്ല് പോലുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്നതിനും കാരണമാകും. കാരണം എന്തെന്ന് പറഞ്ഞാൽ അമിതമായിട്ട് സ്ട്രെസ് അഥവാ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ടെൻഷൻ, സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ കൂടുതലായിട്ട് റിലീസ് ചെയ്യുകയും ഇത് നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തിനെ താളം തെറ്റുകയും ബയലിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരികയും ചെയ്യും. അതുകൊണ്ട് ടെൻഷനും മാനസിക പിരിമുറുക്കവും കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി 8ാമത്തെ ഘടകം മദ്യമാണ്. പതിവായിട്ട് മദ്യം കഴിക്കുന്നവരുടെ ബയലിൻ്റെ ക്വാളിറ്റി കുറയുകയും അവർക്ക് ബയലിൻ്റെ കട്ടി വർദ്ധിക്കാനും കാരണമാകും. അതുകൊണ്ടാണ് പതിവായിട്ട് മദ്യം കഴിക്കുന്നവർക്ക് പിത്തരസഞ്ചിയിൽ കല്ല് വരാനുള്ള സാധ്യത വരുന്നതും ഇവർക്ക് പതിവായിട്ട് ഗ്യാസ്, ഏമ്പക്കം, പുളിച്ചു തേട്ടൽ, നെഞ്ചരിച്ചിൽ, മലശോധനയിൽ വരുന്ന വ്യത്യാസം, അടിവയറിന് അമിതമായിട്ട് ഗ്യാസും കീഴ്വായു ശല്യവും എല്ലാം ഉണ്ടാകുന്നത്. ഇനി 9ാമത്തെ മാർഗം എന്ന് പറയുന്നത് പ്രോബയോട്ടിക് ഭക്ഷണങ്ങളുടെ ഉപയോഗമാണ്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് നമുക്ക് ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ വളർത്താൻ സഹായിക്കുന്ന ഏതൊരു ഭക്ഷണവും നമുക്ക് പ്രോബയോട്ടിക് എന്ന് പറയാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് സുലഭമായിട്ടും കിട്ടുന്ന പ്രോബയോട്ടിക്കാണ് തൈര്, മോര്, യോഗട്ട് എന്നിവ. കാരണം ഇതിനകത്ത് നമ്മുടെ കുടലിനകത്ത് ആവശ്യമുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കുടലിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ഉള്ളതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബൈൽ സാൾട്ടിൻ്റെ പ്രൊഡക്ഷൻ, നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പിത്ത രസത്തിനകത്ത് ബൈൽ സാൾട്ടുകളുണ്ട്. ഈ ബൈൽ സാൾട്ടുകളുടെ ശരിയായുള്ള പ്രവർത്തനമാണ് ദഹനം നടത്തുന്നത്. ബൈൽ സാൾട്ടുകളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിന് ഈ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ഈ പ്രോബയോട്ടിക്സ് നമ്മുടെ കുടലിനകത്തേക്ക് ബ്യൂട്രേറ്റ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ബ്യൂട്രേറ്റ്സും ബൈലിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി 10ാമത്തെ മാർഗം എന്ന് പറയുന്നത് വ്യായാമമാണ്. ശരിയായിട്ട് വ്യായാമം ചെയ്യുന്നത് നമ്മുടെ പിത്തരസത്തിൻ്റെ കട്ടി കുറയ്ക്കുന്നതിനും പിത്തരസം ശരിയായിട്ട് നമ്മുടെ കുടലിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ദഹനം നടക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. പതിവായിട്ട് വ്യായാമം ചെയ്യുന്നവരിൽ ദഹന പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാനിവിടെ വിശദീകരിച്ച 10 കാര്യങ്ങൾ നിങ്ങൾ ശരിയായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞിരുന്നാൽ ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് അമിതമായി ഗ്യാസ്, നെഞ്ചരിച്ചിൽ, നിങ്ങൾക്ക് ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥകൾ നമുക്കൊരു പരിധിവരെ കുറച്ച് ബൈലിൻ്റെയും നമ്മുടെ കരളിൻ്റെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.